ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ബുക്ക് പരിചയപ്പെടാം. കണ്ടോ, രാധയും കൃഷ്ണനും കൂടിയുള്ളൊരു ബുക്കാണത്. ഈ ബുക്കിൻ്റെ പേരാണ് രാധാകൃഷ്ണ യുഗളമന്ത്രം. ഈ ബുക്ക് കിട്ടാനുണ്ടായൊരു കാരണം കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതില്ലേ, നമ്മുടെ സ്വസ്തിക പാർവതി രചിച്ച ബുക്കാണിത്. അപ്പോൾ ഇത് ഗംഗാ ബുക്ക് സ്റ്റാൾ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഗുരുവായൂരിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രകാശനമൊക്കെ ഉണ്ടായത്. അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് വിതരണം ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ ബുക്ക് കിട്ടിയ സന്തോഷം പറയട്ടോ. അപ്പോൾ സ്വസ്തിക പാർവതിയുടെ ചാനലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ വലിയൊരു ആരാധക കൂടിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുട്ടിയെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ. പക്ഷേ കാണാൻ ആഗ്രഹിച്ചതിന് മുന്നേ തന്നെ ഫോണിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. കാരണം എൻ്റെ മോളെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് സ്വസ്തിക പാർവതി. അപ്പോൾ ആ സ്വസ്തികയോട് ഞാൻ സംസാരിച്ച് അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ചേച്ചി ഒരു ദിവസം വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വെച്ചതായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലാൻ വിചാരിച്ചപ്പോഴേക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തേക്കും സ്വസ്തിക പോവല്ലോ. അപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ സ്കൂൾ തുറന്നു. സ്വസ്തികയുടെ ഫ്രണ്ട് ശാലിനി എന്നാണ് പേര്, വൈശാലി എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലാണ് ഈ ബുക്ക് കൊടുത്തയച്ചത്. അങ്ങനെയാണ് എനിക്ക് ഈ ബുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വൈശാലി ടീച്ചറാണ്. അപ്പോൾ സ്വസ്തികയും തന്നെ ഇതുപോലെ ഓഫീസിലൊക്കെ പോകും. പിന്നെ അമ്പലങ്ങളിലാണല്ലോ ഏത് സമയവും. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല, ആരും ഉണ്ടാവില്ല. അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ ഗുരുവായൂർ ചെന്നിരുന്നു കേട്ടോ, അന്ന് കണ്ടു. അങ്ങനെ എനിക്ക് ഈ ബുക്ക് സ്വസ്തിക ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ആ ഒരു സന്തോഷം പറയാം. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഈ ബുക്കിൽ നമ്മൾ രാധയുടെയും കൃഷ്ണൻ്റെയും നാമങ്ങൾ എഴുതി വയ്ക്കുക. ഇതാ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം 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 രാധേ ശ്യാം. ഈ മന്ത്രം എഴുതി വയ്ക്കും. പക്ഷേ ഇതിന് മുന്നേ തന്നെ ഞാൻ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ നമുക്കൊരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒരു നല്ല സന്തോഷമാണല്ലോ. ഈയിടെയായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ബുക്ക് വാങ്ങണം, ഒരു പേന വാങ്ങണം, അങ്ങനെ ഞാൻ പല പ്രാവശ്യവും ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ തട്ടി നീങ്ങി പോയിട്ട് ഭഗവാനായിട്ട് തന്നെ എനിക്ക് ബുക്കും പേനയും കൂടി സ്വസ്തികയുടെ രൂപത്തിൽ എനിക്ക് കൊടുത്തയച്ചു. അപ്പോൾ അതാണ് ഭഗവാന്റെ കഴിവ്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ഭഗവാനിലേക്ക് അടുക്കാൻ നിത്യവും പ്രാർത്ഥിക്കുക. ഭഗവാനിലേക്ക് ചേരാൻ വേണ്ടി നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ എനിക്ക് തന്ന പേന കൊണ്ട്, പേനയിൽ മഷി കഴിഞ്ഞു. ഒരു ബുക്കിൽ പകുതി ആയിട്ടോ, എഴുതി കഴിയാറായി തുടങ്ങിയിരുന്നു. ആ പേനയിൽ മഷിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ പേന എടുത്തിട്ടിട്ട് അതിനോട് കൂടെ ഈ ബുക്കും കൂടി ഉണ്ട്. ഇത് നാമം ജപിക്കണ ബുക്കാട്ടോ. ഇതിൻ്റെ പേര് ശ്രീ രാധാ സഹസ്രനാമം. അപ്പോൾ ഇതും കൂടിയാണ്. ഇങ്ങനെ 2 ബുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ ഈ ഒരു കവറിൻ്റെ അകത്തായിരുന്നു ഈ ബുക്ക്. അതൊരുപാട് സന്തോഷം കൂട്ടുകാരെ.